നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം, നിലമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം കുടുംബാംഗങ്ങൾക്കെല്ലാം സ്വാഗതം. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എല്ലാവരുടെ മേൽ നിറഞ്ഞു നിൽക്കട്ടെ. രക്തസാക്ഷികളുടെ ചുടുനിണത്തിലാണ് സഭ വളരുന്നത് എന്ന ആദ്യമകാലത്തെ സഭയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് വരെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. സഭ എല്ലാ കാലത്തും പീഡനം അനുഭവിച്ചിട്ടുണ്ട്. സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈശോ കടന്നു വന്നപ്പോൾ തന്നെ കൊച്ചുകുട്ടികളുടെ വധത്തോടു കൂടിയാണല്ലോ ആരംഭിക്കുക രക്തസാക്ഷിത്വം. വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ആയിരക്കണക്കിന് ആളുകൾ. അവരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ പ്രത്യേകത അവർ ധീരതയോടുകൂടി രക്തസാക്ഷിത്വം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് നമ്മെ പഠിപ്പിക്കുകയും വിശുദ്ധരായി ജീവിക്കുവാൻ നമുക്ക് പ്രേരണ നൽകുന്നതുമാണ്. ഈ രക്തസാക്ഷികളുടെ പ്രോഗ്രാം, രക്തസാക്ഷികളെക്കുറിച്ചുള്ള നമ്മുടെ ഈ ധ്യാനം നമ്മുടെ ആത്മീയ ജീവിതത്തിന് ശക്തി പകരുന്നതാണ്. അവർ എപ്രകാരം ധീരതയോടുകൂടി രക്തസാക്ഷിത്വം വരിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആധുനിക കാലഘട്ടത്തിൽ രക്തസാക്ഷിത്വത്തിൽ ഏറ്റവും കൂടുതൽ വധിക്കപ്പെട്ടത് വിശ്വാസികളും വൈദികരും മെത്രാന്മാരും വധിക്കപ്പെട്ടത് സ്പെയിനിലാണ്. സ്പെയിൻ ക്രൈസ്തവ സഭയുടെ പറുദീസ. വിശുദ്ധ പൗലോസും വിശുദ്ധ യാക്കോബും സുവിശേഷ വിത്തെറിഞ്ഞ മണ്ണ്. അത് 100 മേനി വിളവ് നൽകിയ നിലമായി മാറി. എന്നാൽ 1930 മുതൽ പുകഞ്ഞു തുടങ്ങിയ സ്പെയിനിലെ ആഭ്യന്തര കലാപങ്ങൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ, ഇവയെല്ലാം ക്രൈസ്തവ സഭയ്ക്ക് നേരെ ആഞ്ഞു വീശിയ വിദ്വേഷക്കാറ്റായി രൂപാന്തരപ്പെട്ടു. നിരവധിയായ വൈദികർ, സന്യസ്തർ, മേലധ്യക്ഷന്മാർ, സഹയാത്രികർ 19-ാം നൂറ്റാണ്ടിൽ സഭ അഭിമുഖീകരിച്ച കൊടിയ പീഡനപർവമായിരുന്നു സ്പെയിനിലേത്. ശക്തമായ കത്തോലിക്ക രാജ്യമാണ് സ്പെയിൻ. പക്ഷേ മതമർദ്ദനം ഏറ്റവും കൂടുതൽ അനുഭവിച്ച സഭയും പീഡിപ്പിക്കപ്പെട്ട സഭയും സ്പാനിഷാണ്. നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നും. നമ്മുടെ ഈ ഇന്ത്യയെ മാനസാന്തരപ്പെടുത്തുന്നതിന് കടന്നു വന്നത് കർമ്മലീത്ത വൈദികർ സ്പെയിനിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് മിഷണറിമാരെ അയക്കുകയും അവിടെയെല്ലാം ആത്മാവിൽ അവരെ ശക്തിപ്പെടുത്തി വിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവന്ന വലിയ സംഭാവനയാണ് സ്പെയിൻ ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ ആ സഭ അനുഭവിച്ച രക്തസാക്ഷിത്വത്തോട് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ സ്പെയിൻ ക്രൈസ്തവവൽക്കരിക്കപ്പെട്ടു. മാമോദീസ സ്വീകരിച്ച ആളുകൾ വിശ്വാസം സ്വീകരിച്ചു എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ സ്പെയിൻ സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്.
അവിടെ സുവിശേഷം എത്തിച്ചത് യാക്കോബ് സ്ലീഹായാണെന്നുള്ള പാരമ്പര്യം യൂറോപ്പ് മുഴുവനും വിശ്വസിക്കുന്നുണ്ട്. കാരണം വിശുദ്ധ യാക്കോബിൻ്റെ തീർത്ഥാടന കേന്ദ്രം സ്പെയിനിലാണുള്ളത്, കാമ്പൊസ്തല്ല. ധാരാളം ആളുകൾ ഓരോ വർഷവും തീർത്ഥയാത്രയായിട്ട് യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാൽനടയായിട്ട് തീർത്ഥയാത്രയായിട്ട് ഈ വിശുദ്ധ യാക്കോബിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്താറുണ്ട്. അത് വളരെ മനോഹരമായ തീർത്ഥയാത്രയാണ്. കൃത്യമായ സ്ഥലങ്ങൾ, കൃത്യമായിട്ടുള്ള പ്രേക്ഷിത യാത്ര. ആഴമായ വിശ്വാസമുള്ളവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കിലോമീറ്ററുകൾ താണ്ടി ഈ തീർത്ഥയാത്രയിൽ എത്തിയിരിക്കും എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ വിശുദ്ധ യാക്കോബ് സുവിശേഷം പ്രസംഗിച്ച സ്ഥലം സ്പെയിൻ. എഡിക്റ്റ് ഓഫ് മിലാൻ വിളംബരം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പുറപ്പെടുവിച്ചത് AD 313. ആ ഒരു വിളംബരത്തോടു കൂടി സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. സ്പെയിനും അതിൻ്റെ ഫലങ്ങൾ നേടി. തീവ്രതയോടുകൂടി സുവിശേഷ പ്രഘോഷണം ഈ രംഗത്ത് നടന്നു. എന്നാൽ 7-ാം നൂറ്റാണ്ടിൽ AD 689 അവിശ്വസനീയമായിട്ട് മുസ്ലിം ഭരണം യൂറോപ്പിലെ സ്പെയിനിൽ ആരംഭിക്കുകയാണ്. അത് അവസാനിക്കുന്നത് 1492 അതായത് വാസ്കോഡഗാമ 1498 ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ അതിന് ഒരു 5 കൊല്ലം 6 കൊല്ലം മുമ്പ് 1492 ഈ മുസ്ലിം ഭരണം, അതായത് 689 ആരംഭിച്ച മുസ്ലിം ഭരണം സ്പെയിൻ മുഴുവനും അവർ ഭരിച്ചിരുന്നു. മൂറുകൾ അത് ഏകദേശം 8 നൂറ്റാണ്ടുകൾ. അപ്പോൾ ആ കാലഘട്ടം സഭയ്ക്ക് ഏറ്റവും പീഡനം അനുഭവിച്ച കാലഘട്ടമായിരുന്നു. ഇന്ത്യയിൽ മുഗളന്മാരുടെ ഭരണം ഉണ്ടായിരുന്നല്ലോ വിവിധ സ്ഥലങ്ങളിൽ. അങ്ങനെ ആ മുഗളന്മാരുടെ ഭരണത്തിൻ്റെ രീതി തന്നെയായിരുന്നു സ്പെയിനിലും ഈ വിഭാഗത്തിന് ഉണ്ടായിരുന്നത്, മുസ്ലിം ഭരണത്തിനുണ്ടായിരുന്നത്. അവർ തീവ്രവാദികളായിരുന്നില്ല, എന്നാൽ അവരുടെ മതം പ്രചരിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമായിരുന്നു. അപ്പോൾ നിരവധി ദേവാലയങ്ങൾ ഈ കാലഘട്ടത്തിൽ 8 നൂറ്റാണ്ടിനുള്ളിൽ നിരവധി ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു, നിരവധി വൈദികർ കൊല്ലപ്പെട്ടു, നിരവധി വിശ്വാസം ഉപേക്ഷിക്കേണ്ടി വന്നു, അതല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ ചേർക്കപ്പെട്ടു. അങ്ങനെ ഒരു കറുത്ത അധ്യായമായിട്ട് ആ കാലഘട്ടം നിൽക്കുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ശക്തമായിട്ട് ഈ എതിർ ശക്തികളും ഉയർന്നു വന്നിരുന്നു. ഒരുമിച്ച് ഒരു മുസ്ലിം ഭരണമായിരുന്നില്ല ഇന്ത്യയിലേതുപോലെ തന്നെ. നൈസാമുകൾ ഹൈദരാബാദിലുള്ള അതേ കാലഘട്ടത്തിൽ തന്നെ മുകളിൽ ഡൽഹിയിൽ, അങ്ങനെ വിവിധ ഭാഗങ്ങളിലായിട്ട് ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ടായിരുന്നു ഈ മുസ്ലിം ഭരണം. അതുകൊണ്ട് ഓരോ രാജ്യത്തെയും അവർ കീഴടക്കിയപ്പോൾ മറ്റുള്ളവർ നോക്കി നിന്നതേ ഉള്ളൂ. അതുകൊണ്ട് വീണ്ടും സ്പെയിൻ ക്രൈസ്തവവൽക്കരിക്കപ്പെട്ടു, കത്തോലിക്കവൽക്കരിക്കപ്പെട്ടു. അങ്ങനെ സ്പെയിനിൻ്റെ ഒരു 8 നൂറ്റാണ്ടുകൾ വളരെയധികം പീഡനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അതിൽ ഈ ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം നന്മയും തിന്മയും ഉണ്ടായി. മുസ്ലിം പാരമ്പര്യങ്ങളുള്ള നിരവധി കാര്യങ്ങൾ സാംസ്കാരിക തലത്തിൽ, മതപരമായ തലത്തിൽ, മറ്റു മേഖലകളിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വലിയ സ്വാധീനം കൊണ്ടുവരാൻ സാധിച്ചു. കൃഷിയുടെ മേഖലകളിൽ വളരെ മുന്നേറ്റം, വിവിധ തരത്തിൽ ഈ ആഫ്രിക്കയിൽ നിന്നുള്ള വിവിധ ചെടികൾ, സസ്യങ്ങൾ, ഫലമൂലാദികളെല്ലാം എത്തിച്ചു. അങ്ങനെ പുതിയൊരു സംസ്കാരം തന്നെ കൃഷിയുടെ രംഗത്ത് കൊണ്ടുവരുവാൻ ഈ ഭരണകാലത്ത് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കത് വിലയിരുത്തുമ്പോൾ അറിയാം. എന്നാൽ വിശ്വാസത്തിൻ്റെ തലത്തിൽ കനത്ത തിരിച്ചടിയായിരുന്നു ഈ കാലഘട്ടം. ഇപ്പോഴും നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ സ്വാധീനം സ്പെയിനിൽ സന്ദർശിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഗ്രനാഡ ആയിരുന്നു ഏറ്റവും അവസാനമായിട്ട് കൈവിട്ട മുസ്ലിം കേന്ദ്രം. അവിടെ ഇപ്പോഴും മുസ്ലിം രാജാക്കന്മാർ ജീവിച്ച കൊട്ടാരങ്ങൾ, മനോഹരമായ കൊട്ടാരങ്ങൾ കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ 8 നൂറ്റാണ്ട് സ്പെയിൻ വളരെയധികം പീഡനത്തിലൂടെ കടന്നുപോയി. എന്നാൽ വീണ്ടും തിരികെ വരികയാണ്, ക്രൈസ്തവവൽക്കരിക്കുകയാണ്. വീണ്ടും ക്രിസ്തീയ രാജാക്കന്മാർ എത്തിക്കഴിഞ്ഞപ്പോൾ അതേ രീതിയിൽ തന്നെ മുസ്ലിം
മതത്തിലുണ്ടായിരുന്നവരെ ക്രിസ്ത്യാനികളായി വീണ്ടും മാമോദിസ മുക്കിയതൊക്കെ അവിടുത്തെ ചരിത്രമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് വളരെ സമാധാനപരമായിട്ടുള്ള കാലം കുറച്ചു കാലം മുന്നോട്ട് പോയപ്പോഴേക്കും ജർമ്മനിയിലും മറ്റു പ്രദേശങ്ങളിലും ഉണ്ടായ പ്രോട്ടസ്റ്റൻ്റ് വിപ്ലവം, അത് 16-ാം നൂറ്റാണ്ടിൽ പ്രോട്ടസ്റ്റൻ്റ് വിപ്ലവം, 17-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച പ്രത്യേകമായിട്ടുള്ള യൂറോപ്പിലെയും മറ്റ് സ്ഥലങ്ങളിലേക്കുമുള്ള കുടിയേറ്റങ്ങൾ, വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് വന്നു, കൊളംബസ്, അതുപോലെയുള്ള അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം, അമേരിക്കയിൽ ഉള്ള രാജ്യത്തിൻ്റെ രൂപീകരണം, ഇങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള പൊളിറ്റിക്കലായിട്ട് അതുപോലെ സാംസ്കാരികമായിട്ട് സാമൂഹ്യ വ്യവസ്ഥിതികളുടെ മാറ്റം തീർച്ചയായിട്ടും സ്പെയിനിനെയും വളരെയധികം സ്വാധീനിച്ചു. ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു, അത് സ്പെയിനിലും ആ സംവിധാനം ഉണ്ടായിരുന്നു. ഇത് സാധാരണക്കാർക്ക് ഭരണത്തോട് രാജാക്കന്മാരോട് ചേർന്നുണ്ടായിരുന്ന മെത്രാന്മാരോടും വൈദികരോടും മാനസികമായൊരു അകൽച്ച ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ സംഭവിച്ചതുപോലെ ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. ക്രിസ്തീയ മൂല്യങ്ങളിൽ നിന്ന് ഈ സഭാ നേതൃത്വം അകലുമ്പോൾ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. കുറുനരികൾക്ക് മാളമുണ്ട്, പക്ഷികൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് ഇടമില്ല. ദാരിദ്ര്യത്തിൻ്റെ വലിയ സുവിശേഷ പാഠങ്ങൾ, അധികാരങ്ങളും സമ്പത്തും കടന്നു വരുമ്പോൾ മറന്നുപോയ ഒരു തലമുറയ്ക്ക് ഏറ്റ ഒരു തിരിച്ചടിയായിട്ടും ഇതിനെ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. എന്നാൽ വിശുദ്ധരായ ധാരാളം വൈദികരെ സംഭാവന ചെയ്ത രാജ്യമാണ് സ്പെയിൻ. കോണ്ടംപ്ലേറ്റീവ് ലൈഫിന് ഉത്തമ ഉദാഹരണം മറുത്തൊന്ന് പറയുവാൻ സാധിക്കാത്ത അമ്മ ത്രേസ്യ, ആവിലായിലെ അമ്മ ത്രേസ്യ, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ, പാംപ്ലോനയിലെ വലിയ ആത്മീയ കേന്ദ്രങ്ങൾ, പഠന കേന്ദ്രങ്ങൾ, സർവകലാശാലകൾ, എന്തെന്ത് സംഭാവനകളാണ് ഈ സ്പെയിൻ കത്തോലിക്ക ലോകത്തിന് നൽകിയത്. ആലുവയിലുള്ള മേജർ സെമിനാരി നമ്മുടെ തലമുറകളോളമുള്ള വൈദികർക്ക് പരിശീലനം ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന സെമിനാരിയുടെ ആരംഭത്തിൽ പരിശീലനത്തിൽ ഈ സ്പെയിനിൽ നിന്നുള്ള കർമ്മലീത്ത വൈദികർ ആണ് നേതൃത്വം നൽകിയത്. അവരുടെ സ്വാധീനം ഇപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഈ സ്പെയിന് ഈ വിശ്വാസത്തിൽ ശക്തിപ്പെടുമ്പോൾ 1800-കളിൽ കനത്ത തിരിച്ചടി വരികയാണ്. സഭയോടുള്ള ഒരു അകൽച്ച ആളുകളിൽ ഉണ്ടാകുകയാണ്. അവർക്ക് കൂടുതൽ രാജാവ് ഭരിച്ചിരിക്കുന്നു, രാജാവിൻ്റെ സാന്നിധ്യം, ആ ശക്തി പതുക്കെ പട്ടാളക്കാരിലേക്ക് എത്തുകയാണ്. അവിടെ ഒരു ആഭ്യന്തരമായിട്ടുള്ള ഒരു കലാപത്തിൻ്റെ എല്ലാ വഴികളും തുറക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. സഭാ നേതൃത്വത്തോടുള്ള വലിയ വിരോധം ഈ അവസരത്തിൽ 1800-കളിൽ തന്നെ ആരംഭിച്ചതായിട്ട് നമുക്ക് നിരീക്ഷിക്കുവാൻ സാധിക്കും. ഫ്രഞ്ച് വിപ്ലവം അതിനൊരു കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ രൂപീകരണം, ബ്രിട്ടീഷിനെതിരായിട്ടുള്ള യുദ്ധങ്ങൾ, വിവിധ രാജ്യങ്ങളിൽ സ്പെയിനിൻ്റെ മേധാവിത്വം നഷ്ടപ്പെട്ടു പോയത്, അത് നേടിയെടുത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വിപ്ലവത്തിന്, സഭയ്ക്കെതിരെ പ്രവർത്തിക്കുവാൻ വിശ്വാസ സമൂഹത്തിന് കാരണമായിട്ടുണ്ട്. ഇവിടെ നമുക്ക് 1800-കളിൽ അവിടെ പ്രത്യേകമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മെത്രാന്മാർ വെടിയേറ്റ് മരിച്ചിരുന്നു. നിരവധി ദേവാലയങ്ങൾ തകർക്കപ്പെട്ടിരുന്നു. രാജാവാണ് ഭരിച്ചിരുന്നത്, പക്ഷേ ആർമി, ലിബറൽസ്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മൂവ്മെൻറ്റുകൾ, രാജാവിനോട് അനുകൂലമുള്ളവർ, എന്നാൽ എതിർപ്പുള്ളവർ, ഇതെല്ലാം വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ റഷ്യയിലുണ്ടായിരുന്നുള്ള മാറ്റം, ഇപ്പോൾ സ്പെയിൻ ഒരു ആഭ്യന്തരമായിട്ട് കലുഷിതമാകുന്നു. റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം, മഹത്തായ റഷ്യൻ വിപ്ലവം, ലെനിൻ്റെ നേതൃത്വത്തിലുള്ളത്, മാനിഫെസ്റ്റോ, കാൾ മാർക്സ്, അങ്ങനെയുള്ള ചിന്തകർ കടന്നു വരുന്നത്, ഇതെല്ലാം സ്പെയിനിലുള്ള വിശ്വാസ സമൂഹത്തെയും സാരമായി ബാധിച്ചു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഈ കാലഘട്ടത്തിൽ 1900-ൽ, അതായത് 20-ാം നൂറ്റാണ്ടിൽ എത്തുമ്പോൾ വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ ഓരോ ഭാഗത്തും സ്പെയിനിൻ്റെ പ്രത്യേകത കൊണ്ട് ഓരോ സ്ഥലത്ത് രൂപപ്പെട്ടു വന്നു. രാജാവിനോട് താല്പര്യം, മൊണാക്സിസ്റ്റ്, അനാക്സിസ്റ്റ്, ഫ്രീ മേസൺ ഗ്രൂപ്പുകൾ, കത്തോലിക്ക സഭയുള്ള കോൺസർവേറ്റീവ് ഗ്രൂപ്പുകൾ, സോഷ്യലിസ്റ്റ്, ഫാസിസ്റ്റ്, ഇങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ, ആർമിയോട് താല്പര്യമുള്ള, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രൂപ്പുകൾ, അങ്ങനെ സ്പെയിനിൽ ഒരു വ്യത്യസ്തമായ മേഖലകളിൽ ഓരോ
പോക്കറ്റിലും ഓരോ പ്രസ്ഥാനത്തോട് താല്പര്യമുള്ളവർ ശക്തമായി വളർന്നു വന്നു. അങ്ങനെ ആ ശക്തമായിട്ടുള്ള ആ വളർച്ചയിൽ രാജഭരണം 1930 ആയപ്പോഴേക്കും രാജഭരണം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് അവിടെ ഒരു ലിബറേഷൻ ആർമി തന്നെ അവിടെ ഭരണം ഏറ്റെടുക്കുകയാണ്. ഒരു റിപ്പബ്ലിക്, സ്പാനിഷ് റിപ്പബ്ലിക്, സ്പെയിൻ ഒരു റിപ്പബ്ലിക്കായിട്ട് മാറുകയാണ്. രാജാവ് ആ ഭരണം, ചക്രവർത്തിയുടെ ഭരണം അപ്രത്യക്ഷമായി. ഈ നിരവധി പാർട്ടികൾ കൂടിയിട്ടാണ് ഈ ഭരണം കൊണ്ടുവരുന്നത്. അപ്പോഴേക്കും 1930 ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചു. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഈ സ്പെയിൻ ഒരു കക്ഷിയോടുകൂടി ചേരാതെ നിൽക്കുകയായിരുന്നു. പക്ഷേ അവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടകളും ഉണ്ടായിരുന്നു. മിലിറ്ററിയിൽ പട്ടാളക്കാരുടെ സ്വാധീനമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു പക്ഷവും ചേരാതെ നിൽക്കുകയായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ അലയടികൾ സ്പെയിനിനെയും ബാധിച്ചു. അത് ആ അസ്വസ്ഥതകൾ അവരുടെ സമൂഹത്തിലും സ്പാനിഷ് ജനതയുടെ സമൂഹത്തിലുണ്ടായിരുന്നു. 2.5 കോടി ആളുകളായിരുന്നു ആ കാലഘട്ടത്തിൽ സ്പെയിനിലുണ്ടായിരുന്നു. ഇന്ന് 4.5 കോടി ആളുകൾ സ്പെയിനിലുണ്ട്. അതിൽ 70% കത്തോലിക്ക വിശ്വാസികളാണ്, വിശ്വാസം സ്വീകരിച്ചിട്ടുള്ളവരാണ് 70%. 1930 നടന്ന ഇലക്ഷനിൽ നാഷണൽ സ്പാനിഷ് റിപ്പബ്ലിക് പ്രത്യേകമായിട്ട് അവർ വിജയിക്കുകയും അവർ അതോടുകൂടി അത് സഭയ്ക്കെതിരായിട്ടുള്ളൊരു പ്രവർത്തനമായിട്ട് മാറുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ നിരവധി ദേവാലയങ്ങൾക്കെതിരെ പ്രവർത്തനങ്ങളുണ്ടായി, വലിയ പ്രതിസന്ധികളുണ്ടായി. അങ്ങനെ മുന്നോട്ട് ആ അവസരത്തിൽ വിശ്വാസത്തിന് വേണ്ടി ശക്തമായിട്ട് പോരാടുന്ന ഗ്രൂപ്പ്. എന്നാൽ ഈ സമയത്ത് ഈ റിപ്പബ്ലിക്ക് തന്നെ, സ്പാനിഷ് റിപ്പബ്ലിക്ക് ഭരിക്കുമ്പോൾ തന്നെ സഭയ്ക്കെതിരായിട്ട് നിരവധി നിയമങ്ങളാണ് പാസ്സാക്കിയിരുന്നത്. സഭയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. മറ്റ് ഫ്രാൻസിൽ സംഭവിച്ചതുപോലെ തന്നെ ഈ അവസരത്തിൽ സ്പെയിനിൽ സംഭവിച്ചു. മെത്രാന്മാരുടെ അധികാരങ്ങളെല്ലാം കവർന്നെടുത്തു. വൈദികർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. പ്രത്യേകമായ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കി. അവിടെ മെത്രാന്മാർക്ക്, വൈദികർക്കോ സമർപ്പിതർക്കോ സ്ഥാനമുണ്ടായിരുന്നില്ല. ഇതിനെല്ലാം കാരണം ആ കാലഘട്ടത്തിൽ എല്ലാ വിദ്യാലയങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് സന്യാസ സമൂഹങ്ങളായിരുന്നു. അത് ഒരു കുത്തക പോലെ കണക്കാക്കപ്പെട്ടിരുന്നു. ജനങ്ങൾ കരുതുന്നു അത് കുത്തക. എന്നാൽ വിദ്യാഭ്യാസം ആഴമായി നൽകുന്ന സമർപ്പിത സമൂഹത്തിൻ്റെ സമർപ്പണത്തെ വിസ്മരിച്ചുകൊണ്ടായിരുന്നു, വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ റിപ്പബ്ലിക്കൻ ഗ്രൂപ്പ് ശക്തിയോടുകൂടെ പ്രവർത്തിച്ചത്. ഇവർ നമ്മളെ ഭരിക്കുകയാണ്, എന്നാൽ അവരുടെ സമർപ്പണത്തെ തമസ്കരിച്ചുകൊണ്ടായിരുന്നു മുന്നോട്ട് പോകുക. അങ്ങനെ ഈ 1931 മുതൽ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ, സഭയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ മതബോധനമില്ല, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പിന്നിൽ ദേവാലയങ്ങൾ, പള്ളിക്കൂടങ്ങളെല്ലാം അടച്ചുപൂട്ടി. 1935 മാഡ്രിഡിൽ, സ്പെയിനിൻ്റെ തലസ്ഥാനമായ മാഡ്രിഡിൽ മാത്രം 100,000-ഓളം കുട്ടികൾ പഠിക്കാതെ നടക്കുന്നതായിരുന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാലയങ്ങൾ പൂട്ടിയപ്പോൾ കാരണം അതെല്ലാം നടത്തിയിരുന്ന സമർപ്പിതരായിരുന്നു. അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. എല്ലാ സ്കൂളുകളും പൂട്ടി. കുട്ടികൾ പിന്നെ എവിടെ പോകാനാ? അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മാഡ്രിഡിൽ മാത്രം 100,000-ഓളം കുട്ടികൾ പഠിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് വീടുകളിലും മറ്റ് സ്ഥലങ്ങളിലും ആ വലിയ നഗരത്തിലൂടെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് സൃഷ്ടിച്ച എതിർപ്പ്, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വിവിധ ഗ്രൂപ്പുകൾ, അത് അങ്ങനെ വിവിധ ഗ്രൂപ്പുകൾ തന്നെ ഉണ്ടായി. 1936 നടന്ന ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ പാർട്ടി വളരെ ശക്തമായിട്ട് വിജയിക്കുകയും അവിടെ വളരെ ശക്തമായി മുന്നോട്ട് നീങ്ങുകയും ചെയ്തപ്പോൾ സഭയുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി. അപ്പോൾ വിശ്വാസം ഇല്ലാതാകുന്നതോടൊപ്പം തന്നെ സാംസ്കാരികമായിട്ട് വിദ്യാഭ്യാസം ഇല്ലാതാകുന്നതായിട്ട് മനസ്സിലാകുകയാണ്. വെറും അന്ധമായ സഭാവിരോധമാണ് ഈ റിപ്പബ്ലിക് ഗ്രൂപ്പിനെ നയിച്ചത്. അപ്പോൾ ആർമിയിൽ തന്നെ, പട്ടാളക്കാരുടെ ഇടയിൽ തന്നെ ഇതിനോട് എതിർപ്പുകളുണ്ടായി. പട്ടാളക്കാർ തന്നെ പിളർക്കപ്പെട്ടു, പല ഗ്രൂപ്പുകളിലായി പട്ടാളക്കാർ. അത് ഈ നാഷണൽ റിപ്പബ്ലിക്കിന്, ഈ അസംബ്ലിക്ക് അവർക്ക് വലിയ തിരിച്ചടിയായി. പട്ടാളത്തോട് ഉണ്ടാകാതിരുന്ന, പട്ടാളത്തെ വഞ്ചിക്കുന്നവരെന്ന് കണ്ട എല്ലാവരെയും പുറത്താക്കി. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ജനറൽ ഫ്രാങ്കോ. 36 2 ഗ്രൂപ്പുകൾ ശക്തമായി. ഭരണത്തിലുണ്ടായിരുന്ന റിപ്പബ്ലിക്കൻ ഗ്രൂപ്പ്, അവർക്ക് പിന്തുണയായിട്ട് സോവിയറ്റ് റഷ്യ,
ജനറൽ ഫ്രാങ്കോയുടെ നേതൃത്വത്തിൽ നാഷണലിസ്റ്റ് ഗ്രൂപ്പ് പിന്തുണയുമായി അമേരിക്ക, ജർമ്മനി, ഇറ്റലി മുതലായ രാജ്യങ്ങൾ ശക്തമായ സിവിൽ വാർ 1936 ജൂലൈ മാസത്തിൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധം 1939 ഏപ്രിൽ 1 തീയതി വരെ നിന്നു. അതായത് ഏകദേശം 2 വർഷവും 8 മാസവും അതിൽ കൂടുതൽ. ഈ ആഭ്യന്തര യുദ്ധം സമ്മാനിച്ചത് എന്തായിരുന്നു? 2ാം ലോകമഹായുദ്ധത്തിൻ്റെ റിഹേഴ്സലായിരുന്നു ഈ ആഭ്യന്തര യുദ്ധമെന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. 10 ലക്ഷം ആളുകൾ ഈ ആഭ്യന്തര യുദ്ധത്തിൽ, ഈ 3 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുക സഭയാണ് പീഡിപ്പിക്കപ്പെട്ടത്. 13 മെത്രാന്മാർ കൊല്ലപ്പെട്ടു. 7000-ഓളം വൈദികർ, 1000-ഓളം സന്യാസിനികൾ, 1 ലക്ഷത്തോളം വിശ്വാസ സമൂഹത്തിലെ സഭയോട് ചേർന്ന് നിന്ന അൽമായ സമൂഹം ക്രൂരമായ മതമർദ്ദനത്തിനിരയായി. സഭ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട കാലമാണ് സ്പെയിനിൽ ഈ 2.5 വർഷം. ജനറൽ ഫ്രാങ്കോയുടെ നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങൾ, വിവിധ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും ഏപ്രിൽ മാസം 89 ആഭ്യന്തര യുദ്ധം അവസാനിക്കുകയും ചെയ്തു. ജനറൽ ഫ്രാങ്കോ 1975 വരെ തൻ്റെ ഭരണം തുടർന്നു എന്നുള്ളതും ചിന്തനീയമായിട്ടുള്ള കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ സഭ അനുഭവിച്ച വലിയ പീഡകൾ, ആയിരക്കണക്കിന് ആളുകൾ മരിക്കുക. ചില രൂപതകളിൽ 80% വൈദികരും കൊല്ലപ്പെട്ടു. ചില രൂപതകളിൽ 40% വൈദികർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെടാത്ത വൈദികർ സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടു, അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചെടുക്കപ്പെട്ടു. നിരവധി ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. ആധ്യാത്മിക കേന്ദ്രങ്ങൾ, സന്യാസ സമൂഹങ്ങൾ എല്ലാം തകർക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഈ ആഭ്യന്തര യുദ്ധത്തിൻ്റേത്. ഏറ്റവും സ്പെയിനിൻ്റെ കറുത്ത അധ്യായമെന്നാണ് ഈ ആഭ്യന്തര യുദ്ധത്തെ വിശേഷിപ്പിക്കുക. തുടർന്ന് അങ്ങോട്ടുള്ള വിശ്വാസത്തിൽ ഈ ആഭ്യന്തര യുദ്ധം വിശ്വാസ ജീവിതത്തിൽ വലിയ മുറിവാണ് സ്പെയിനിലെ സഭയ്ക്ക് ഏൽപ്പിച്ചതെന്ന് ചരിത്രം വിലയിരുത്തുന്നുണ്ട്. എത്രയേറെ രക്തമാണ് വിശ്വാസത്തെ പ്രതി സ്പെയിനിൽ ഒഴുകിയതെന്ന് വിവരിക്കാനാവില്ല. എണ്ണമെടുത്താൽ ഞെട്ടലുകൾ മാത്രം ശേഷിക്കുന്ന തരത്തിലാണ് അതിൻ്റെ വ്യാപ്തി. അൾത്താരകൾ, മഠങ്ങൾ, തെരുവുകൾ, കലാലയങ്ങൾ, എവിടെയും ഒരേ നിറം, ഒരേ മണം, സമാനമായ മാറ്റൊലികൾ, ചുടുചോരയുടെ, നിലവിളികളുടെ. എന്നാൽ മരിച്ചു വീണവരുടെ വിശ്വാസ പ്രഖ്യാപനം അതിനെല്ലാം മീതെ സഭയ്ക്ക് പരിമളമേകി. സഭ ഇന്നും സുഗന്ധപൂരിതയായി നിലനിൽക്കുന്നത് കാലഗതികളിൽ പെയ്തു തീർത്ത രക്തമഴകളുടെ കുളിർമയിലാണ്. പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്പെയിൻ ആത്മീയതയുടെ വലിയ സമ്പത്തിൻ്റെ കേന്ദ്രമാണ്. ലോകത്തിന് ആയിരക്കണക്കിന് വിശ്വാസികളെ സമ്മാനിച്ച വലിയ സ്ഥലം. എന്നാൽ ഭൗതികമായ സൗകര്യങ്ങൾ സഭാ നേതൃത്വത്തിലുണ്ടാകുമ്പോൾ സാധാരണക്കാർക്ക് അകൽച്ചയായിട്ട് അവർക്ക് തോന്നുക സ്വാഭാവികം. ഇതിനെ തിരുത്തുവാൻ, ഇതിനെ മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നില്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും പ്രതിസന്ധികൾ വിശ്വാസ സമൂഹത്തിൽ ഉണ്ടാകും എന്നുള്ളത് നിസ്സംശയം പറയുവാൻ സാധിക്കും. 1930-കളിൽ ദേവാലയത്തിൽ ഞായറാഴ്ചകളിൽ ദിവ്യബലി അർപ്പിക്കുവാനൊക്കെ സംബന്ധിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കും, മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ ക്രിസ്തീയ മൂല്യങ്ങൾ, സുവിശേഷ മൂല്യങ്ങൾ സജീവമായിട്ട് നിലനിൽക്കുന്നില്ലെങ്കിൽ, അതിനോട് ചേർന്ന് നാം സഞ്ചരിക്കുന്നില്ലെങ്കിൽ എപ്പോഴും തിന്മയുടെ ശക്തികൾ, അത് ആഡംബരം, സുഖലോലുപത, അധികാരപ്രമത്വം എല്ലാം കടന്നു വന്ന് നമ്മയുടെ വിശ്വാസത്തെ കീഴടക്കും. ഇതൊരു മെത്രാന്മാരുടെയോ വൈദികരുടെയോ കാര്യം മാത്രമല്ല. നമുക്ക് ഈ സ്പെയിനിലെ ആഭ്യന്തര യുദ്ധം, മതമർദ്ദനം, പീഡകൾ നമുക്ക് നൽകുന്ന പാഠം നമ്മുടെ വ്യക്തിപരമായ
ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനാണ്. നമുക്ക് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, നമുക്ക് അധികാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൽ ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു ആദിമസഭ എന്നതിൻ്റെ ചൈതന്യത്തിൽ നിന്ന് നാം എത്ര അകലെ നിൽക്കും എന്ന് അതീവ ശ്രദ്ധയോടുകൂടി പുനഃപരിശോധിക്കേണ്ട അവസരങ്ങളാണിത്. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല എന്ന അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വാക്യങ്ങൾ ഇന്നും അന്വർത്ഥമാക്കുവാൻ വിശ്വാസ സമൂഹത്തിന് എങ്ങനെ കഴിയുന്നു എന്ന് ഒരു വിചിന്തനത്തിന് വിധേയമാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതായത് സ്പെയിനിൽ ആഭ്യന്തര യുദ്ധത്തിന് കാരണമായതിന് പിന്നിൽ അധികാരമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, സുഖലോലുപതയുണ്ടായിരുന്നു. ഇന്ന് വിശ്വാസത്തിൻ്റെ സമൂഹത്തിൽ ഒരുപക്ഷെ നാം വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നതിന് ഇതേ കാരണങ്ങൾ തന്നെ നമുക്കുണ്ട്. അത് സമ്പത്ത് നമ്മെ അകറ്റിക്കളയും വിശ്വാസ ജീവിതത്തിൽ നിന്ന്, യഥാർത്ഥ സുവിശേഷ അരൂപിയിൽ നിന്ന് അധികാരം നമ്മെ അകറ്റിക്കളയും, സുഖലോലുപത, കമ്പോള സംസ്കാരം, മരണ സംസ്കാരം എല്ലാം നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ അന്തസത്ത ചോർത്തിക്കളയും. എന്നാൽ അതിനോട് ചേർന്ന് നിന്ന് ശക്തിയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ഈ തിന്മയുടെ ശക്തികളെ ദൂരെ നിർത്തുവാൻ തീക്ഷ്ണമായ പ്രാർത്ഥന കൊണ്ട് നമുക്ക് സാധിക്കണം. അതാണ് ഈ രക്തസാക്ഷികൾ, സ്പെയിനിലെ രക്തസാക്ഷികളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായിട്ട് 1987 മുതൽ 2001 വരെ 7 ഘട്ടങ്ങളിലായിട്ട് ഈ രക്തസാക്ഷികളെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക്, വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഏറെ പ്രത്യേകിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, മഹാനായ മാർപ്പാപ്പ അവരെ ഉയർത്തി എന്നുള്ളത് ഈ രക്തസാക്ഷികൾ സഭയ്ക്ക് വേണ്ടി സഹിച്ച വലിയ പീഡനത്തിന് നൽകിയ വലിയ സമ്മാനമാണ്. അവർ സ്വർഗത്തിലാണ്. ഈ വധിക്കപ്പെട്ട വൈദികരെല്ലാം സാധാരണ പാവപ്പെട്ട വൈദികരായിരുന്നു. 100,000-ഓളം വിശ്വാസ സമൂഹം സഭയോട് ചേർന്ന് തീഷ്ണതയോടെ ജീവിച്ചവരായിരുന്നു. അവർ സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ജീവിച്ചു എന്ന ഒറ്റ കാരണത്താൽ വധിക്കപ്പെട്ടവരാണ്. 13 മെത്രാന്മാരും വധിക്കപ്പെട്ടത് അവരും തീഷ്ണതയോടുകൂടി സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു, പക്ഷെ വധിക്കപ്പെട്ടു. പക്ഷെ അവർക്ക് നിത്യസമ്മാനം നൽകുകയാണ്, സഭ അവരെ അംഗീകരിക്കുകയാണ് എന്ന് ഇവരെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വഴി സഭ, ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഇത്തരണത്തിൽ ഈ സ്പെയിനിൽ സഭ അനുഭവിച്ച പീഡകളെക്കുറിച്ച് നമുക്ക് ഓർക്കാം, അനുസ്മരിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ അനാവശ്യമായ ആഡംബരങ്ങൾ, സുഖലോലുപത, കമ്പോള സംസ്കാരം ദൂരെ നിർത്തുവാൻ നമുക്ക് എപ്പോഴും പരിശ്രമിക്കണം. അതോടൊപ്പം തീഷ്ണതയോടുകൂടി സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ രക്തസാക്ഷിത്വം ഉണ്ടായേക്കാം. സഭയുടെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ തിക്താനുഭവങ്ങളുണ്ടാകാം. അപ്പോൾ നമ്മൾ തളരരുത്. ധീരതയോടുകൂടി സ്പെയിനിലെ ആഭ്യന്തര യുദ്ധത്തിൽ ജീവൻ ത്യജിച്ച ആയിരക്കണക്കിന് ആത്മാർത്ഥതയുള്ള വിശ്വസ്തരായ മിഷണറിമാരെ പോലെ നമുക്കും പ്രഘോഷിക്കുവാൻ കഴിയണം സുവിശേഷം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്പെയിനിലെ വലിയ രക്തസാക്ഷികൾ നമുക്ക് ശക്തി നൽകട്ടെ, കരുത്ത് നൽകട്ടെ. എന്നെ ശ്രവിക്കുന്ന ശാലോം കുടുംബത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും ശാന്തിയും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തുമാർഗചരിച്ചോരനേകർ നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.